ലുബ്ധന്മാരായ തവ പുത്രധാരാദികളാൽ ത്യക്തനാകിയ ഭവാനവനെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാനെന്തു മൂലം? നന്നിതു പാർത്താലെത്രയും ചിത്രം ചിത്രം എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോടു ചൊന്നാനെന്നുടെ മനസ്സിലുമുണ്ടതു സത്യം തന്നെ. എന്തു ചെയ്വതു മമ മാനസത്തിങ്കലൊട്ടും ചിന്തിച്ചാലുറപ്പുണ്ടാകുന്നില്ല. കഷ്ടം കഷ്ടം. സ്നേഹമില്ലാത്ത പുത്രധാരാദി ബന്ധുക്കളിൽ സ്നേഹം വേർപ്പെടുന്നീല മാനസത്തിങ്കലൊട്ടും. ഗുണമില്ലാത്ത വിഷയങ്ങളിലനുദിനം പ്രണയം ഭവിപ്പതിനെന്തു കാരണമോർത്താൽ? ഇങ്ങനെ പറഞ്ഞൊരു വൈശ്യനും ഭൂപാലനും തങ്ങളിലൊരുമിച്ചു താപസൻ തന്നെ ചെന്നു വന്നിച്ചു നിന്ന നേരം താപസപ്രവരനും വന്നിച്ചു സൽക്കാരം ചെയ്തിരുത്തിയതായോഗ്യം. സൽക്കഥകളും പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാം നൃപശ്രേഷ്ഠൻ വന്നിച്ചു ചോദ്യം ചെയ്താൻ. ഭഗവൻ തപോനിധേ നിന്തിരുവടിയോടു സുഖമേധരിപ്പാനായൊന്നുണ്ടു ചോദിക്കുന്നു. പുത്ര ഭൃത്യാദിജനം രാജ്യഭണ്ഡാരാദികൾ സത്വരമടക്കിക്കൊണ്ടെന്നെയും ഉപേക്ഷിച്ചാർ. എന്നാലും അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാനെന്തു കാരണം മുനേ? വൈശ്യനാമിവനുമെന്നെപ്പോലെ പുത്രന്മാരാൽ ദ്വേഷ്യനായി തിരസ്തനായി ചമഞ്ഞാനിതു കാലം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.